ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊക്കോ ക്യാമ്പസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഹ്യൂമറസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ലെറ്റ്സ് സീ. ഹ്യൂമറസ് ആൻറ്റീരിയർ, ലാറ്ററൽ, പോസ്റ്റീരിയർ ആൻഡ് മീഡിയൽ. ആൻറ്റീരിയർ പോർഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹ്യൂമറസിൻ്റെ പ്രോക്സിമൽ പാർട്ടിലേക്ക് പോകാം. പ്രോക്സിമൽ പാർട്ടിൽ ഹ്യൂമറസ് ഹെഡ്, ലാറ്ററൽ ഗ്രേറ്റർ ട്യൂബർക്കിൾ, ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ ലെസർ ട്യൂബർക്കിൾ, between two tubercle bicipital groove or intertubercular sulcus. താഴോട്ടേക്ക് വന്നാൽ ഈ ഗേറ്റഡ് ട്യൂബർക്കിൾ, ലെസർ ട്യൂബർക്കിൾ ചെറുതായി വരുന്ന ഈ പോർഷനിൽ സർജിക്കൽ നെക്ക്. പിന്നെ നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ ഹ്യൂമറസിൻ്റെ ഷാഫ്റ്റ് നമ്മൾ നോക്കുമ്പം ഷാഫ്റ്റിലുള്ളത് ചെറിയൊരു ബമ്പ്, അതിനെ ഡെൽറ്റോയിഡ് ട്യൂബ്രോസിറ്റി എന്ന് പറയും. അത് ലാറ്ററൽ ആസ്പെക്റ്റിലാണ്. ഷാഫ്റ്റിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ ഡിസ്റ്റൽ പാർട്ടിലേക്ക് പോകുമ്പോൾ, ഹ്യൂമറസിൻ്റെ ഡിസ്റ്റൽ പാർട്ടിലേക്ക് പോകുമ്പോൾ ആൻറ്റീരിയർ സൈഡ് നമുക്ക് കാണാനുള്ളത് മീഡിയൽ സുപ്രാകോണ്ടൈൽ റിഡ്ജ്, ലാറ്ററൽ സുപ്രാകോണ്ടൈൽ റിഡ്ജ്, കോർണോയിഡ് ഫോസ, റേഡിയൽ ഫോസ, ട്രോക്ലിയ, ക്യാപിറ്റുലം, മീഡിയൽ എപ്പിക്കോണ്ടൈൽ, ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. മീഡിയൽ സുപ്രാ കൊണ്ടൈലാർ റിഡ്ജ്, lateral supracondylar ridge and medial epicondyle, lateral epicondyle. മീഡിയൽ സൈഡിൽ നമുക്ക് മീഡിയൽ എപ്പിക്കോണ്ടലിൻ്റെ സൈഡ് ഈ കാണുന്ന ഭാഗത്തു കൂടിയായിട്ടാണ് അൾനാർ നെർവ് പാസ് ചെയ്യുന്നത്. സുപ്രാ കൊണ്ടൈലാർ റിഡ്ജിൻ്റെ പോസ്റ്റീരിയർ സൈഡ്, ഈ സൈഡിൽ കൂടിയാണ് മീഡിയൻ നെർവ് ബ്രേക്കിയൽ ആർട്ടറി പാസ് ചെയ്യുന്നത്. മിഡിൽ നെർവ് ബ്രേക്കിയൽ ആർട്ടറി. പോസ്റ്റീരിയർ സൈഡിൽ നമ്മൾ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇത് ഒലക്രോൺ ഫോസ. നമ്മൾ വീണ്ടും ഡിസ്റ്റൽ പാർട്ടിലേക്ക് വരുന്നു. ഇത്രയാണ് ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ ഹ്യൂമറസിൻ്റെ ലാൻഡ് മാർക്സ്. ഇതിൻ്റെ അനാറ്റമിക്കൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംഭവിക്കുന്നത് അനാറ്റമിക്കൽ നെക്ക് ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അവാസ്കുലർ നെക്രോസിസ് ഹൈ റിസ്ക് ആണ്. അടുത്തത് സർജിക്കൽ നെക്കിൻ്റെ ഭാഗത്താണെങ്കിൽ ആക്സിലറി നെർവിന് ഡാമേജ് ചാൻസ് ഉണ്ട്. അതുപോലാതെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സർക്കംഫ്ലക്സ് ആർട്ടറി, ഹ്യൂമറൽ സർക്കംഫ്ലക്സ് ആർട്ടറി, അതിനും ഡാമേജ് ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ടേക്ക് വരുമ്പോൾ ഷാഫ്റ്റിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് റേഡിയൽ നെർവ്, ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വല്ല അപകടം സംഭവിക്കുകയാണെങ്കിൽ, ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ റേഡിയൽ നെർവിന് ഡാമേജ് ചാൻസ് കൂടുതലാണ്. നമ്മൾ സുപ്രാകോണ്ടൈലാർ റീജിയനിൽ വല്ല ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ മീഡിയൽ നെർവിന് ഡാമേജ് സംഭവിക്കും. പോരാതെ ബ്രേക്കിയൽ ആർട്ടറിക്കും ഡാമേജ് സംഭവിക്കും. മീഡിയൽ എപ്പിക്കോണ്ടൈൽ ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ അൾനാർ നെർവിനാണ് ഡാമേജ് സംഭവിക്കുക. അപ്പം ഇത്രയും പറഞ്ഞ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ നമുക്ക് കാണാം. താങ്ക് യു.